മഴ വിവരങ്ങളിലേക്കാണ്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. ഇരുവഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. കോഴിക്കോട് കരുവന്തുരുത്തിയിൽ തോണി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട 3 പേരെ രക്ഷപ്പെടുത്തി. പുലർച്ചെ ആരംഭിച്ച ശക്തമായ മഴ കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ തുടരുകയാണ്. വനത്തിൽ ഉരുൾപൊട്ടിയതോടെ ആനക്കാംപൊയിൽ ഇരുവഞ്ഞിപ്പുഴയിലും കൂടരഞ്ഞി കൂമ്പാറപ്പുഴയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. ഇരുവഞ്ഞിപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. കരിമ്പുഴയുടെ പലങ്കാര പാലത്തിന് സമീപമാണ് സംഭവം. അരമണിക്കൂറോളം കുടുങ്ങിയ ആന പിന്നീട് സ്വയം രക്ഷപ്പെട്ട് കാട്ടിലേക്ക് നീങ്ങി. കരുളായിയിൽ പുഴ മുറിച്ചു കടക്കുന്നതിനിടെ 2 കാട്ടാനകൾ ഒഴുക്കിൽപ്പെട്ടു. മറ്റാനകളെത്തി ഇവയെ രക്ഷപ്പെടുത്തി. ഫറൂഖ് കരുവന്തുരുത്തിയിൽ മണലെടുക്കാൻ പോയ തോണി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട 3 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ബാണാസുര ഡാമിൽ 1 മീറ്റർ കൂടി ജലനിരപ്പ് ഉയർന്നാൽ ഷട്ടറുകൾ ഉയർത്തും. വയനാട് മുണ്ടക്കയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് പുത്തുമല കശ്മീർ ദ്വീപിലെ ചില കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 26 അടിയിലധികം വർധന രേഖപ്പെടുത്തി. തിരുവനന്തപുരം വിതുര ബോണക്കാട് റൂട്ടിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൊല്ലം ശൂരനാടും നിരവധി മരങ്ങൾ കടപുഴകി വീണു. സംസ്ഥാനത്ത് 10 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 68 കുടുംബങ്ങളിലെ 211 പേരാണ് കഴിയുന്നത്. 24 കോഴിക്കോട്. പല പ്രേക്ഷകരും അവരുടെ സ്ഥലത്തെ മഴ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. ഷാനു, മലപ്പുറത്ത് രാവിലെ മുതൽ തുടങ്ങിയ കനത്ത മഴയാണെന്ന് പറയുന്നു. ശ്രീരാജ് കാലിക്കറ്റ്, കോഴിക്കോട് നല്ല കനത്ത മഴയും കാറ്റുമാണെന്ന് അറിയിക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിലെ മഴ വിവരങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ നമ്മെ തത്സമയം അറിയിക്കുന്നുണ്ട് യൂട്യൂബിൽ കമന്റുകളായി.